വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥയാണ്. അത് നോക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നാളെ ഐദൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അവന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ആദ്യം നമ്മൾ വന്നത് ഒരു ടെക്സ്റ്റൈൽസിലാണ്. കിഡ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടെക്സ്റ്റൈൽസ് ആണ്. അപ്പോൾ വന്നപ്പോൾ ഓണമൊക്കെ അല്ലേ, നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്തെടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള പ്ലാനിങ് ഒന്നും ഇല്ലാണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി. ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഒരു മനസ്സിനിണങ്ങിയ ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ നൈസായിട്ട് നമ്മൾ കുഞ്ഞാവയ്ക്ക് ഡ്രസ്സും തൊപ്പിയൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഐദൂസിന് ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടാവാറുള്ള ഒരു ബുദ്ധിമുട്ടാണ്, എന്തെടുക്കും, എങ്ങനെ എടുക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. പാത്തൂസാണെങ്കിലും പെൺകുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ള ഒരു മൈൻഡേ ഉള്ളൂ. ആൺകുട്ടികൾക്ക് ഏതാ നല്ലത് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. അവൻ ഇട്ട് കാണുമ്പോൾ ഇത് കൊള്ളാം, അങ്ങനെ ഒരു മൈൻഡാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആൺകുട്ടികളുടെ ഡ്രസ്സിനെ പറ്റിയും സ്റ്റൈലിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും ഏത് കൊള്ളാം എങ്ങനെയാണ് എന്നൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നമ്മൾ കിഡ്സ് ഓൺലി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവിടെ ഡ്രസ്സും ടോയ്സും എല്ലാം ഒരുപോലെ കിട്ടുന്ന ഒരു ഷോപ്പാണേ. ടോയ്സൊക്കെ ഒരുപാട് കണ്ടപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവനങ്ങനെ ഒന്നിനും ബുദ്ധിമുട്ടിക്കാറില്ലെങ്കിലും ഇത് കൊള്ളാല്ലേ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ സഹതാപം അങ്ങനെ പിടിച്ചു പറ്റിക്കൊണ്ടേയിരിക്കും. പാത്തൂസും കുറഞ്ഞ പുള്ളിയൊന്നും അല്ല കേട്ടോ, രണ്ടാളും കൂടി ആകെ ബഹളമയമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം, ഇല്ലെങ്കിൽ പണി പാടും. അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞങ്ങൾക്ക് ഒരു 50% ഓക്കെ ആണെന്ന് തോന്നിയ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളങ്ങ് വാങ്ങിയിട്ടോ, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ടൈം ഒരുപാടായി, നൈറ്റ് ആവാറായി. വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങിട്ടോ. പിന്നെ പോയത് ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ്. ബർത്ത്ഡേക്ക് ആയാൽ അതാണല്ലോ മെയിൻ. അവൻ്റെ കൂട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത്രയും നേരം വരെ അനിയത്തിയൊക്കെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആണ്, അവൾ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ജസ്റ്റ് അവിടെ അങ്ങ് ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു, കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. അതുകൂടി ആയപ്പോൾ എല്ലാവരും തളർന്നു കേട്ടോ. കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നായി. അങ്ങനെ അടുത്ത് കണ്ടൊരു ബേക്കറിയിലേക്ക് കയറിയതാണ്. ബട്ട് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ലൈം വാങ്ങിച്ച് കുടിച്ചിറങ്ങി പോരേണ്ടി വന്നു, കാരണം ടൈം അതായിരുന്നു, സന്ധ്യാസമയം, എല്ലാം തീർന്നൊരു ടൈമാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് കേക്ക് വേൾഡിലേക്കാണ്. നാളെ ബർത്ത്ഡേ ആണ്. തലേ ദിവസം തന്നെ കേക്ക് എല്ലാ തവണയും ഞാൻ വാങ്ങി വയ്ക്കാറുണ്ട്, കാരണം ആ ഒരു തിരക്കിനിടയിൽ എനിക്ക് കേക്ക് എടുക്കാൻ വരാൻ പറ്റില്ല. ഇതൊരു വെള്ളിയാഴ്ച കൂടിയാണ്, അതുകൊണ്ട് തന്നെ ജുമാ ദിവസമാണ്. നമ്മുടെ വീട്ടിലാരും കാണില്ല കേട്ടോ കൂടെ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം തന്നെ വന്ന് കേക്ക് എടുത്തുകൊണ്ട് പോവാണ്. ഇതാവുമ്പോൾ ചെന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ ടൈം ആകുമ്പോൾ എടുത്ത് കട്ട് ചെയ്യാം, ബുദ്ധിമുട്ടില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടണ്ട. അങ്ങനെ ഇതോടുകൂടി ഐദൂസിൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുള്ളൂ, ഫുഡ് ഐറ്റംസ്. അതൊക്കെ നാളെ രാവിലെ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ.